ഹലോ, കേക്കുന്നുണ്ടോ? Okay. Good afternoon, Miss. Good afternoon. Good afternoon. സാറ്റർഡേ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നു സൗണ്ട് ഓഫ് ക്ലാസ് കണ്ടായിരുന്നു മിസ്. ക്ലാസ് കണ്ടായിരുന്നു. റെക്കോർഡ് ക്ലാസ് ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? സെക്കൻഡ് ചാപ്റ്റർ ക്ലിയർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഫുൾ ആയിട്ട് എക്സാമിന് ഉണ്ടാവും അതോ രണ്ട് പാർട്ടായിട്ട് വരും? ഇല്ലടാ, അത് ഒരു ചാപ്റ്റർ ആയിരിക്കുള്ളൂ കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് പറയാം. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഉണ്ടല്ലോ, ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്, മിസ്സിന് അറിയാം. അപ്പൊ അറിയില്ല എങ്ങനെയൊക്കെയാണ് എക്സാമിന്റെ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം കേട്ടോ. ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും നോക്കിയാൽ മതി. നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ചെയ്യാം, അത് ചെയ്താൽ മതി, കുഴപ്പമുണ്ടാവില്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? 4th ചാപ്റ്റർ അല്ലേ? ഓക്കെ, ഇതും കൂടിയല്ലേ നിങ്ങൾക്ക് എടുക്കാനുള്ളൂ? ഈ ചാപ്റ്ററും കൂടിയല്ലേ കംപ്ലീറ്റ് ആക്കാനുള്ളൂ? ബാക്കിയെല്ലാം ഒരുവിധമായിരുന്നോ? ഒരുവിധമായിട്ടുണ്ടോ? ഒരുവിധമായല്ലേ? ഓക്കെ, ബാക്കിയെല്ലാം ഇനി ഒരു എത്ര പേജ് ഒക്കെ ഉണ്ടാവും എടുക്കാനായിട്ട്? ഒരുവിധം കഴിയാറായിട്ടുണ്ടോ? അഞ്ചാമത്തെ ചാപ്റ്റർ അല്ലേ? ആരെടുക്കുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ? ഓക്കെ, ബാക്കിയെല്ലാം ഒരുവിധം കഴിയാറായല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. 4th ചാപ്റ്റർ സിമ്പിൾ ആണ്. ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ? എന്തെങ്കിലും ഐഡിയ ഇല്ല? ടാലന്റ് മാനേജ്മെന്റ് എന്തായിരിക്കാം? ടാലന്റ് മാനേജ്മെന്റ് എന്തെങ്കിലും ഐഡിയ? എന്തായിരിക്കാം ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? സ്കിൽസ് അല്ലേ? ഓക്കെ, ഓർഗനൈസേഷനിലേക്ക് ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് യോജിച്ചതായിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യണം. എന്ത് വയസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? സ്കില്ല്, നോളജ്, അതുപോലെ തന്നെ എന്താണ് അപ്പോ അവരിലുള്ള ആ കഴിവുകൾ, എബിലിറ്റിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്, അവരിൽ അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങള്, ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് ടാലന്റ് മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ടാലന്റ് മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റ് ഇൻഡിക്കേറ്റ് the skills of attracting high-skilled workers, integrating new workers, and improving the retaining current workers to meet the current and future business objectives. Okay, എന്താണ് talent management? Talent management indicates the skills of
attracting high skilled workers, integrating new workers, and improving and retaining current workers to meet the current and future objective, business objective. അല്ലെ? അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? അതിലെന്താ പറയുന്നത്? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോ എന്താണ്? ഹൈലി സ്കിൽഡ് വർക്കേഴ്സ് അല്ലെ, ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നുണ്ട് അല്ലെ. അട്രാക്ട്, അവിടെ തൊട്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അട്രാക്ട് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ്, ഉയർന്ന വൈവിധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുക. അതുപോലെ ഇന്റഗ്രേറ്റിംഗ്, ഇന്റഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് സംയോജിപ്പിക്കുക അല്ലെ. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ന്യൂ വർക്കേഴ്സ്, പുതിയ വർക്കേഴ്സിനെ, പുതിയ തൊഴിലാളികളെ സംയോജിപ്പിക്കുക. അതുപോലെ എന്താണ്? ആൻഡ് ഇംപ്രൂവിങ് ആൻഡ് റീറ്റെയിനിങ് കറന്റ് വർക്കേഴ്സ് അല്ലെ. ഇവിടെയുള്ള നിലവിലുള്ളതും അതുപോലെ തന്നെ ഭാവിയിലുമുള്ള എന്താണ് ബിസിനസ് ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള തൊഴിലാളികളെ മെച്ചപ്പെടുത്തുന്നു, ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ള തൊഴിലാളികളെ മെച്ചപ്പെടുത്തുകയും നിലനിർത്തുകയും, റീറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിർത്തുക, നിലനിർത്തുകയും ചെയ്യുക എന്നീ കഴിവുകളെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള വർക്കേഴ്സില് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുകയും അതുപോലെ ന്യൂ പേഴ്സൺസിനെ, ന്യൂ വർക്കേഴ്സിനെ ഇന്റഗ്രേറ്റ് സംയോജിപ്പിക്കുകയും അതുപോലെ അവിടെയുള്ള കറണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെ നിലവിലുള്ള വർക്കേഴ്സിനെ അവരുടെ കഴിവുകളെയൊക്കെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയും അവരെ നിലനിർത്തുകയും അവിടെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി കറണ്ട് വർക്കേഴ്സിനെയൊക്കെ അവിടെ തന്നെ നിലനിർത്താനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരിക്കാം യൂസ് ചെയ്യുന്നത്? പറയാൻ പറ്റോ? എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരിക്കാം യൂസ് ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കാം? സാലറി അല്ലെ, നല്ല രീതിയിലുള്ള സാലറി. ഓക്കെ, ഹൈ സാലറി ഓഫർ ചെയ്യുമ്പോ എന്താണ്? നല്ല രീതിയിൽ അവരെ നിലനിർത്താനായിട്ട് പറ്റും അല്ലെ. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സാലറി ഇൻഷുറൻസ്. പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റോ? ബെനഫിറ്റ്സുകൾ അല്ലെ, അതർ ബെനഫിറ്റ്സുകൾ. എന്തൊക്കെയായിരിക്കാം ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാല്? വർക്കിംഗ് ടൈം, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങള്, ഇതൊക്കെ കൊടുക്കുന്ന എന്താണ് അങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ ആണെങ്കിൽ എംപ്ലോയീസിന് അവിടെ നിലനിർത്താനും അതുപോലെ തന്നെ അവർക്ക് നിലനിന്ന് പോകാനായിട്ടും അവർക്ക് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ടും ഇഷ്ടപ്പെടും അല്ലെ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇല്ലേ? ഓക്കെ, ക്യാൻറ്റീൻ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താണ്? ഓൾഡ് ഏജ് ബെനഫിറ്റ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നത് വഴി എന്താണ് അവിടെ നിലനിൽക്കാനായിട്ടും അവർക്ക് അങ്ങനെയുള്ള കമ്പനീസിലോട്ട് ജോയിൻ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് അല്ലെ. ഒരു ഇഷ്ടം തോന്നും, ഇൻഡസ്ട്രി ഫ്രീ ലോൺസ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അല്ലെ, അങ്ങനെ ഫ്രീ ലോൺസുകളൊക്കെ അങ്ങനെയുള്ള ബെനഫിറ്റുകളൊക്കെ തരുന്നതിലൂടെ നമുക്ക് എന്താണ് അവിടെ തന്നെ നിലനിൽക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിനെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ടാലന്റ് മാനേജ്മെന്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ദ സ്കിൽസ് ഓഫ് അട്രാക്ടിങ് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ്, integrating new workers, and improving and retaining current workers to meet the current and the future business objective. എന്ന് പറഞ്ഞാൽ എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്? എന്താണ്? ഉയർന്ന വൈവിധ്യമുള്ള അല്ലെ വൈദഗ്ധ്യമുള്ള ആളുകളെ, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ആകർഷിക്കുക. അതുപോലെ തന്നെ ന്യൂ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ന്യൂ വർക്കേഴ്സിനെ സംയോജിപ്പിക്കുക. അതുപോലെ എന്താ പറഞ്ഞത്? നിലവിലുള്ളതും ഭാവിയിലുമുള്ള ബിസിനസ് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള തൊഴിലാളികളെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന
ആ കഴിവിനെയാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ചെറിയൊരു അവിടെ ഒരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട് അല്ലെ, എന്തൊക്കെയാണെന്ന് നോക്കി. ടാലന്റ് മാനേജ്മെന്റ് ഫ്രം HR പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, എന്തൊക്കെയാണ് HR പോയിന്റ് ഓഫ് വ്യൂല് പറയുന്നത്? 3 കാര്യങ്ങളാണ് അല്ലെ. HR മാനേജർ കീ ടാസ്കുകൾ എന്തൊക്കെയാണ്? ഫൈൻഡിങ് ടാലന്റ് എംപ്ലോയീസ് അല്ലെ, ഫൈൻഡ് ഔട്ട് ചെയ്യാം, കണ്ടെത്തുക അല്ലെ, ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ, വർക്കേഴ്സിനെ കണ്ടെത്തുക. അതുപോലെ അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്. എന്താണ് അക്വയറിംഗ് എന്ന് പറഞ്ഞാല്? അക്വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റെടുക്കുക, ഏറ്റെടുക്കുക, ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഏറ്റെടുക്കുക. അതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, കണ്ടെത്തുക. പിന്നെ എന്താണ്? റീറ്റെയിനിങ് അല്ലെ, റീറ്റെയിനിങ് ടാലന്റഡ് എംപ്ലോയീസ്. റീറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിർത്തുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ടാലന്റ് മാനേജ്മെന്റിന്റെ HR മാനേജർ കീ ടാസ്കുകളായിട്ട് പറയുന്നത്. ഏതൊക്കെയാണ് കീ ടാസ്കുകളായിട്ട് വരുന്നത്? ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്, അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്, റീറ്റെയിനിങ് ടാലന്റഡ് എംപ്ലോയീസ്. ഓക്കെ, ഇനി നോക്കിയേ, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് അല്ലെ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. ഓക്കെ, ചോദിക്കാവുന്നതാണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്താണെന്ന് ചെറുതാക്കി പറഞ്ഞു തരാം. ഓക്കെ, ചിലപ്പോ അതിൽ വായിച്ചിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ചെറുതാക്കി പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് ഇത് വായിച്ചിട്ട് മിസ് പറഞ്ഞു തരാം കേട്ടോ. കമ്പനീസ് which are involved in a talent management strategy tend to shift the duty of employees from the human resource department to all managers throughout the company is called human capital management. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ചുരുക്കം അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. അവിടെ തന്നെ എഴുതിയെടുത്താലും മതി കേട്ടോ. സൈഡിൽ എഴുതിയെടുക്കാം. ഒരു സെന്റൻസ് ഉള്ളേ പറയട്ടെ, എഴുതിയെടുക്കാം. Human capital management refers to the human capital management refers to the strategic approach to managing an organization's workforce, focusing on acquiring, developing and utilizing employees skills and abilities to drive 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 business success. ഒന്നുകൂടി വായിക്കാം. Human capital management refers to the strategic approach to managing an organization's workforce, focusing on acquiring, developing and utilizing employees' skills and abilities
and abilities to drive business success. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും വേർഡ് കിട്ടാത്തതോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? തന്ത്രം. തന്ത്രമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ് വിജയത്തിലേക്ക് നയിക്കുന്നതിന് ജീവനക്കാരുടെ കഴിവുകളും നേടിയെടുക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും യൂട്ടിലൈസ് ചെയ്യുന്നതിലും ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, എന്തിനെയാണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ബിസിനസിന്റെ സക്സസിന് വേണ്ടിയിട്ടല്ലേ? സക്സസിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരുടെ എബിലിറ്റീസ് അല്ലെ, കഴിവുകളും നേടിയെടുക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ക്ലിയർ ആയോ? എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഒരു സ്ട്രാറ്റജിയാണ് അല്ലെ? മനസ്സിലായോ? ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതെന്തിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ബിസിനസിന്റെ ബിസിനസ് വിജയത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരുടെ കഴിവുകളും അതുപോലെ തന്നെ അത് നേടിയെടുക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും കറക്റ്റ് ആയിട്ട് അത് എവിടേക്കാണോ ആ കഴിവുകൾ അവരുടെ എബിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നത് അതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും വരെ എടുത്തതില് ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്താണ് ടാലന്റ് മാനേജ്മെന്റ്, അതുപോലെ മാനേജേഴ്സ് കീ ടാസ്കുകള്, HR മാനേജേഴ്സ് കീ ടാസ്ക്, ആ 3 കറക്റ്റ് ആയിട്ട് പഠിക്കാം. അതുപോലെ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, ആ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചേ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടാലന്റ് മാനേജ്മെന്റ് ഈസ് ബേസിക്കലി concerned with the coordinating, collaborating and managing different talents people have to offer within a company. This is carried out by studying and examining each individual on the basis of their skills, talent, personality and character in relation to filling a particular vacancy within a company. അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ടാലന്റ് മാനേജ്മെന്റ് ബേസിക്കലി കൺസേൺഡ് വിത്ത് coordinating, collaborating and managing different talents people have to offer within a company. അല്ലെ? എന്താണ്? ഒരു കമ്പനിയിലെ
ജീവനക്കാരുടെ വിവിധ കഴിവുകൾ അല്ലെ, വിവിധ ഒരു ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് എന്താണ് വിവിധ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും അല്ലെ. വിവിധ കഴിവുകളും നൈപുണ്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മള് കഴിഞ്ഞ പാരഗ്രാഫിൽ പഠിച്ചതാണ് അല്ലെ. ടാലന്റ് മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെയുള്ള ജീവനക്കാരുടെ വിവിധ കഴിവുകൾ ഉണ്ടാവും അല്ലെ, എബിലിറ്റീസ്, അങ്ങനെയുള്ള പല കഴിവുകളും അത് പല നൈപുണ്യങ്ങളും അവർക്ക് ഉണ്ടാവും അല്ലെ. അത് ഐഡന്റിഫൈ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും അത് വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. This is carried out by studying and examining each individuals on the basis of their skills, talent, personality and character in relation to filling a particular vacancy within the company. എന്താ പറയുന്നത്? കമ്പനികൾക്കുള്ളിലെ ഒരു പ്രത്യേക കഴിവ് നികത്തുന്നതിനായിട്ട് അല്ലെ, കമ്പനിക്കുള്ളിലെ ഒരു ഒരു ഒഴിവ്, കമ്പനിക്ക് ഇപ്പോ എന്തെങ്കിലും വാക്കൻസി ഒക്കെ വരുമല്ലോ അല്ലെ, വാക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒഴിവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വ്യക്തിയെയും അവരുടെ കഴിവുകള്, അതുപോലെ തന്നെ അല്ലെ സ്കിൽസ്, ടാലൻസ്, പേഴ്സണാലിറ്റി, ക്യാരക്ടർ അല്ലെ, കഴിവുകള്, വ്യക്തിത്വം, അതുപോലെ സ്വഭാവങ്ങള് എന്നിവയുടെ അടിസ്ഥാനത്തില് അവരെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നു. ആ വേക്കൻസിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നു. മനസ്സിലായോ? ഓരോരുത്തരുണ്ടാവും അല്ലെ, കമ്പനിയില് പല ഇൻഡിവിജ്വൽസ് ഉണ്ടാവും അല്ലെ. അവരുടെ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? സ്കിൽസ് എന്താണ്, ടാലന്റ് എന്താണ്, പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഇവയൊക്കെ അവർ നോക്കി പഠിച്ച് അത് പരിശോധിക്കുകയും എക്സാമിൻ ചെയ്ത് പഠിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ വേക്കൻസിയിലേക്ക് അവരെ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഉണ്ടാവുന്ന കഴിവുകള്, ടാലന്റുകള്, പേഴ്സണാലിറ്റി, ക്യാരക്ടർ ഇതൊക്കെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ വാക്കൻസിയിലേക്ക് അല്ലെ, പ്രത്യേക ഒഴിവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വർക്കേഴ്സിന്റെ ഇങ്ങനെയുള്ള സ്കില്ലുകളായാലും ടാലന്റുകളായാലും പേഴ്സണാലിറ്റി ആയാലും ക്യാരക്ടർ ആയാലും നോക്കി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പാരഗ്രാഫ്? അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിലെ ജീവനക്കാരുടെ വിവിധ കഴിവുകൾ അവർക്ക് ഉണ്ടാവും അല്ലെ, നൈപുണ്യങ്ങൾ ഉണ്ടാവും, വിവിധ കഴിവുകൾ ഉണ്ടാവും ഓരോ ഇൻഡിവിജ്വൽസിനും, ഓരോ വർക്കേഴ്സിനും. അപ്പൊ അങ്ങനെയുള്ള കഴിവുകളും നൈപുണ്യങ്ങളും നോക്കി ഐഡന്റിഫൈ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഒരു കമ്പനിയിലേക്ക് എന്തെങ്കിലും വാക്കൻസി ഉണ്ടാകുമ്പോ അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിനെയും എക്സാമിൻ ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് എക്സാമിനിങ് ചെയ്യുന്നത്? സ്കിൽസുകൾ ഉണ്ടാവും, ടാലന്റുകള്, പേഴ്സണാലിറ്റി, ക്യാരക്ടർ ഇവയൊക്കെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ആ വേക്കൻസി നികത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. നെക്സ്റ്റ് നോക്കാം. എവറി ഇൻഡിവിജ്വൽ ഹാസ് different skills to offer and the challenging part for a company is selecting those individuals who fit into the existing company culture. Effective HR procedures will be able to classify these individuals and appoint them appropriately. ഇവിടെ പറയുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത കഴിവുകളായിരിക്കാം അല്ലെ, വ്യത്യസ്ത കഴിവുകള് വാഗ്ദാനം ചെയ്യാനായിട്ട് കഴിയും അല്ലെ, വ്യത്യസ്ത കഴിവുകൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത കഴിവുകളിലും അതുപോലെ തന്നെ നിലവിലുള്ള കമ്പനി സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വെല്ലുവിളി എന്ന് പറയാൻ പറ്റും അല്ലെ. വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞൊരു ഭാഗം എന്ന് പറയുന്നത് അല്ലെ.
നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു കമ്പനിയിലേക്ക് നമ്മൾ വേക്കൻസി ഉണ്ടാകുമ്പോ ഇന്റർവ്യൂവിന് ക്ഷണിക്കുമ്പോൾ കമ്പനിയുടെ പല വിവരങ്ങളും നമ്മൾ പറയും അല്ലെ, ഇത്ര സാലറി തരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ സ്ട്രിക്ട് റൂൾസ് ആയിരിക്കും, ഇത്ര ടാർജറ്റ് ഉണ്ടാവും. ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലിനോട് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനോട് നമ്മൾ പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും അല്ലെ. ഈ ജോലി എനിക്ക് വേണ്ടാന്ന് വെച്ച് പോവാറുണ്ട് ഇല്ലേ? അപ്പൊ എന്താണ്, അതുമായിട്ട് ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്ന വ്യക്തികളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതൊക്കെ എന്താണ്, നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് വളരെ അത് ഒരു ടഫായിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ കമ്പനിക്ക് യോജിച്ച അല്ലെ, നല്ല ഇപ്പൊ ക്രിമിനൽ കേസുള്ള ആളുകളെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യോ? അപ്പൊ എന്താണ്, നമ്മുടെ കമ്പനിയുടെ പേര് പോവാൻ ചാൻസ് ഉണ്ട് ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവരെ നോക്കണം. അതുപോലെ നല്ല രീതിയിലുള്ള നല്ല സ്വഭാവമുള്ള ആൾക്കാരെ, ക്രിമിനൽ കേസുള്ള ആളുകളെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അല്ലെ നല്ല രീതിയിൽ ഫ്ലോപ്പ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നല്ല സ്വഭാവമുള്ള ആളെ നോക്കണം. അതുപോലെ തന്നെ നല്ല കഴിവുകളുള്ള, നല്ല സ്കില്ലുള്ള, നല്ല നോളജ് ഉള്ള, ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഈ കമ്പനിയിലേക്ക് ഇന്ന ആളെ വേണം. ചിലപ്പോ പല ബയോഡാറ്റകൾ വരാം അല്ലെ. പക്ഷെ എന്താണ്, നോക്കി സെലക്ട് ചെയ്ത് യോജിച്ചതായിട്ടുള്ള കാൻഡിഡേറ്റിനെ എടുക്കാനായിട്ട് എളുപ്പമാണോ അല്ലെങ്കിൽ എന്താണ് പാടുണ്ടോ? എളുപ്പമായിരിക്കോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എളുപ്പമായിരിക്കോ? ഇല്ല, ബുദ്ധിമുട്ടാണ് അല്ലെ. ഓക്കെ, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു വെല്ലുവിളിയാണെന്നാണ് പറയുന്നത്. എന്താണ്, ഓരോ വ്യക്തികൾക്കും എന്താണ് പല വ്യത്യസ്ത കഴിവുകളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നിലവിലുള്ള കമ്പനി സംസ്കാരം അല്ലെ, അതുമായിട്ട് പൊരുത്തപ്പെടുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണത്. ഫലപ്രദമായിട്ടുള്ള HR പ്രൊസീജിയേഴ്സ് ഈ വ്യക്തികളെ തരംതിരിക്കാനായിട്ടും ഉചിതമായി അവരെ നിയമിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്രൊസീജിയേഴ്സിലൂടെ കമ്പനിയിൽ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതുവഴി വേണം നമ്മൾ ഓരോരുത്തരെയും സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആളുകളെ നമുക്ക് ആ വാക്കൻസിയിലോട്ട് യോജിച്ച ആളെ സെലക്ട് ചെയ്യാനും അതുപോലെ അവരുടെ കഴിവുകൾ അറിയാൻ പറ്റും, സ്കില്ലുകൾ അറിയാൻ പറ്റും, നോളജ് ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ നോക്കിയിട്ട് ഏറ്റവും യോജിച്ച ആളെ നമുക്ക് തരം തിരിച്ചുകൊണ്ട് ഉചിതമായിട്ടുള്ള ആളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ആ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. ഓക്കെ, TM എന്ന് പറഞ്ഞാല് അതിന് ഷോർട്ട് ഫോം ആണ് കേട്ടോ. TM മോഡലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൺസെപ്റ്റ്. ഓക്കെ, TM എന്ന് പറഞ്ഞാല് ടാലന്റ് മാനേജ്മെന്റ് ആണ്. അപ്പോ എന്തൊക്കെയാണ് ആ കൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം പ്ലാൻ ചെയ്യും അല്ലെ, ഓർഗനൈസേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തന്ത്രങ്ങളാണ് വേണ്ടത് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ നിലവിലുള്ളത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തതുമായിട്ടുള്ള പുതിയ എംപ്ലോയീസിന്റെ എബിലിറ്റീസ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജീസിൽ പറയുന്നത്. അവിടെയുള്ള പ്രോസസ് മോഡൽ നോക്കി ആദ്യം പ്ലാൻ ചെയ്യും അല്ലെ, അതുപോലെ തന്നെ അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കും അല്ലെ, ഇന്ന അല്ലെങ്കിൽ ഓഫർ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യിപ്പിച്ച് അവരെ സെലക്ട് ചെയ്തു, അവരുടെ സ്കില്ലും കഴിവുകളും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. റീറ്റെയിനിങ് അല്ലെ, അവരെ അവിടെ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങള്, അതാണ് റീറ്റെയിനിങ്ങിൽ വരുന്നത്. ഇനി ട്രാൻസിഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിഷനിങ് എന്തായിരിക്കും? എന്താണ് മീനിങ് ട്രാൻസിഷനിങ് എന്ന് പറഞ്ഞാല്? എന്താണ് ട്രാൻസിഷനിങ്? ചേഞ്ച് ടു ജോബ് അല്ലെ, പരിവർത്തനം. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന്റെയും കൂടി കാര്യങ്ങള് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു റൗണ്ട് കണ്ടല്ലേ നമ്മൾ? ആദ്യം പ്ലാൻ ചെയ്യുന്നു, അട്രാക്ടിങ്, സെലക്ടിങ്, ഡെവലപ്പിംഗ്, റീറ്റെയിനിങ്, അതുപോലെ ട്രാൻസിഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ആ മോഡലില്. ആ മോഡൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും അല്ലെ. ഇങ്ങനെയുള്ള തന്ത്രങ്ങള് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോ അവിടെ അങ്ങനെയുള്ള തന്ത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓർഗനൈസേഷനിൽ നല്ലതായിട്ടുള്ള പെർഫോമൻസ് കിട്ടുമോ അല്ലെങ്കിൽ ഇല്ലേ? അതിന്റെ നല്ല രീതിയിലുള്ള എന്താണ് റിസൾട്ട് ഉണ്ടാവോ? എന്താണ് അഭിപ്രായം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കിട്ടും അല്ലെ? ഓക്കെ. അപ്പൊ നല്ല രീതിയിലുള്ള സ്ട്രാറ്റജീസ്, ഇങ്ങനെയുള്ള പ്ലാനിങ്, അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങള്, സെലക്ട് ചെയ്തു, നല്ല രീതിയിൽ ക്വാളിഫിക്കേഷൻ സ്കില്ലുള്ള ആളുകളെ സെലക്ട് ചെയ്തു, അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ അവരെ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ എന്തെങ്കിലും പരിവർത്തനങ്ങൾ അല്ലെ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അതാണ് എന്ത് TM മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഡയഗ്രാം ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, പ്ലാനിങ്. ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്. പ്ലാനിങ് നോക്കിയേ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് എന്താണ് മീനിങ്? പ്ലാനിങ് എന്ന് പറഞ്ഞാല് എന്താണ് പ്ലാനിങ്? ആസൂത്രണം അല്ലെ. ഓക്കെ, പ്ലാനിങ് മീൻസ് ആസൂത്രണം. നമ്മളിപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം അല്ലെ. ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര പോകണമെങ്കിൽ നമ്മൾ എന്താണ്? നേരത്തെ കൂട്ടി ഡ്രസ്സുകളൊക്കെ ബാഗിൽ എടുത്ത് വെച്ച് എപ്പോ പോണം, എന്ന് പോണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ്? നമ്മളിപ്പോ ഒരു കല്യാണത്തിന്, മാരേജിന് പോവുകയാണെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണം ഇല്ലേ? നമ്മൾ നോക്കാറുണ്ടല്ലേ. ഞാൻ ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ആൺപിള്ളേരാണെങ്കിൽ ഞാൻ ഏത് ഷർട്ട് ഇടണം, അല്ലെങ്കിൽ ടീഷർട്ട് ഇടണോ, അല്ലെങ്കിൽ പാന്റ് ഇടണോ അല്ലെ. എന്ത് ഷൂ ഇടും, ഏത് ഷൂ ഇടും എന്നൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലെ. എപ്പോ പോണം, എന്തിനു പോണം, ബസ്സിന് പോണോ, കാറിന് പോണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോ അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിലും നല്ലൊരു റിസൾട്ട് സക്സസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോഴും അതിന് ആസൂത്രണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് വൺ ആണ് അപ്പോ പ്ലാനിങ് എന്ന് പറയുന്നത്.
planning is the initial step in the process of talent management. അല്ലെ, ടാലന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അത് നടത്താനായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ്, പ്രാഥമികമായിട്ടുള്ളൊരു സ്റ്റെപ്പ് അല്ലെ, ഫസ്റ്റ് എടുക്കുന്ന സ്റ്റെപ്പാണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് നോക്കിയേ. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ്. ഏതൊക്കെയാണ്? ഐഡന്റിഫൈങ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? മനുഷ്യ മൂലധന ആവശ്യകത അല്ലെ, മനുഷ്യ മൂലധന ആവശ്യകതകൾ തിരിച്ചറിയണം അല്ലെ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മള് മനുഷ്യ മൂലധന ആവശ്യകതകൾ, ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് വരുന്നത് ഏതൊക്കെയായിരിക്കാം? എംപ്ലോയീസിന്റെ സ്കില്ലുകൾ, അതുപോലെ തന്നെ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ നോളജ്, ഇതൊക്കെ എക്സ്പീരിയൻസ്, ഇവയൊക്കെ നോക്കി തരംതിരിക്കണം നമ്മൾ. ഓക്കെ, ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്യണം? തരംതിരിക്കണം. ഇപ്പൊ ഇന്ന വേക്കൻസിയിലോട്ട് ആരൊക്കെ വേണം, ഇന്ന വേക്കൻസിയിലോട്ട് ആരൊക്കെ വേണം, ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, മനുഷ്യ മൂലധന ആവശ്യകത തിരിച്ചറിയൽ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് എന്താണ്? ഡെവലപ്പിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീ റോൾസ്. എന്ത് ചെയ്യണം? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല് ജോലി വിവരണം അല്ലെ, പിന്നെ ഇന്ന ജോലി, ഇന്ന ഡ്യൂട്ടി, ഇന്ന റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതുപോലെ കീ റോൾസ്, കീ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന റോളും നമ്മൾ എന്ത് ചെയ്യണം? വികസിപ്പിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ജോബ് ഡിസ്ക്രിപ്ഷനും കീ റോൾസും വികസിപ്പിച്ചെടുക്കാം. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലി വിവരണവും അതുപോലെ തന്നെ കീ റോൾസ്, പ്രധാന റോളും വികസിപ്പിച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രപ്പോസിംഗ് ദ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫോർ റിക്രൂട്ട്മെന്റ് അല്ലെ, നിയമനത്തിനായിട്ട് ഒരു തൊഴിലാളി പദ്ധതി നിർദ്ദേശിക്കണം. ഓക്കെ, പ്രപ്പോസ് ചെയ്യുന്നു. വർക്ക് ഫോഴ്സ് പ്ലാൻ ഫോർ റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റിനായിട്ട് വർക്ക് ഫോഴ്സ് പ്ലാൻ എന്താണ്? നിയമനത്തിനായിട്ട് ഒരു തൊഴിലാളി പദ്ധതി നിർദ്ദേശിക്കുക. ഓക്കെ, വർക്ക് ഫോഴ്സ് പ്ലാൻ, റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് തൊഴിലാളി പദ്ധതി നിർദ്ദേശിക്കുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം, അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ, ജോലിയുടെ വിവരണവും അതുപോലെ പ്രധാന റോളും ഡെവലപ്പ് ചെയ്യാം, അതുപോലെ പ്രപ്പോസ് ചെയ്യാം അല്ലെ, നിർദ്ദേശിക്കുക അല്ലെ. എന്താണ്? റിക്രൂട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് പ്ലാൻ, തൊഴിലാളി പദ്ധതി നിർദ്ദേശിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് അട്രാക്റ്റിംഗ് അല്ലെ. നമ്മള് പ്ലാനിങ് കഴിഞ്ഞു, അട്രാക്റ്റിംഗ്. ഇനി എംപ്ലോയിനെ നമ്മുടെ ജോബിലേക്ക്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഡിറ്റർമൈനിങ് whether the source of recruitment should be internal or external and seek for the appropriate individuals to fill in the vacant positions through. എന്താ പറയുന്നത്? അട്രാക്ട് ചെയ്യിപ്പിക്കണം അല്ലെ. റിക്രൂട്ട്മെന്റ് സോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റേണൽ എക്സ്റ്റേണൽ. ഓർക്കുന്നുണ്ടോ? മറിച്ച് നോക്കേണ്ടി വരുമോ? ഓക്കെ, ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എക്സാം ഒക്കെ ആകുമ്പോ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റ് സോഴ്സ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെന്റ് സോഴ്സ് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് നിർണ്ണയിക്കുകയും ഒഴിവുള്ള തസ്തികകളില് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉചിതമായ വ്യക്തികളെ അന്വേഷിക്കുകയും ചെയ്യുന്നു അല്ലെ. ഓക്കെ, അതാണ് അട്രാക്റ്റിംഗിൽ പറയുന്നത്. ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് നിർണയിച്ചുകൊണ്ട് ഒഴിവുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് അതിലേക്ക് ഉചിതമായിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നു. എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും? ഓക്കെ,
2 പോയിന്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ജോബ് പോർട്ടൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നൗക്രി ഇല്ലേ, chancejob.com എക്സെട്ര. അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് സച്ച് ആസ് ലിങ്ക്ഡ്ഇൻ ആൻഡ് ട്വിറ്റർ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നൗക്രിയിലൊക്കെ നമ്മൾ എന്താണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജോബ് നമുക്ക് ചോദിച്ച ജോബ് ഒക്കെ ആണെങ്കിൽ അവര് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് യോജിച്ച ജോബ് ആണെങ്കിൽ ആ വേക്കൻസി വരുമ്പോ എന്ത് ചെയ്തു തരാറുണ്ട്. നിങ്ങൾ ആരും ചെയ്തിട്ടില്ലേ ഇതിനകത്തൊക്കെ? അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, വിഷ്ണുവിനുണ്ട്, അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇങ്ങനെയുള്ള നൗകരി ആയാലും ലിങ്ക്ഡിൻ ആയാലും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് യോജിച്ച ജോബൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് നമ്മളെ അറിയിക്കുന്നതാണ്. അങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ ഇമെയിലൊക്കെ വഴി അറിയിക്കും. ഓക്കെ, അപ്പോ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, പ്ലാനിങ് ആൻഡ് അട്രാക്ടിങ്. അപ്പോ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, ഡെവലപ്പിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീ റോൾസ്, പ്രപ്പോസിംഗ് ദ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫോർ എൻവയോൺമെന്റ്. അതുപോലെ തന്നെ അട്രാക്ടിങ്ങിൽ പഠിച്ചത് നമ്മൾ എന്താണ് റിക്രൂട്ട്മെന്റ് എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ എന്ന് നോക്കിയിട്ട് അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ ആ വേക്കൻസിയിലോട്ട് അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യാം. ഏതൊക്കെ വെബ്സൈറ്റിലൂടെ അല്ലെ, നമുക്ക് ജോബ് പോർട്ടൽ ഉണ്ട്. ഏതൊക്കെയാണ്? നൗകരി ഉണ്ട്, chancejob.com ഉണ്ട്, അതുപോലെ ലിങ്ക്ഡിൻ. ഇതിലൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വായിച്ചു നോക്കിയേ, 2 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ 2 കാര്യങ്ങളും? പ്ലാനിങ് ആൻഡ് അട്രാക്ടിങ്. നെക്സ്റ്റ് നോക്കാം, സെലക്ടിങ്. Recruiting and selecting the personnel, it involves the following step. നമ്മൾ എന്ത് ചെയ്യണം? അവരെ അട്രാക്ട് ചെയ്യിപ്പിച്ചല്ലോ, അവര് ബയോഡാറ്റകളൊക്കെ തന്നു, അവരെ സെലക്ട് ചെയ്യണം അല്ലെ നമ്മള്. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. സെലക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റിട്ടൺ ടെസ്റ്റ്, ഇന്റർവ്യൂസ് ഒക്കെ. അപ്പൊ ഷെഡ്യൂൾ ചെയ്യാം, ഷെഡ്യൂളിംഗ്, റിട്ടൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. പല റിട്ടൺ ടെസ്റ്റിലൂടെയും പല ഇന്റർവ്യൂസ് നടത്തിയിട്ടാണ് ആളുകളെ നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് അല്ലെ. റിട്ടൺ ടെസ്റ്റുകളൊക്കെ ഓർമ്മയുണ്ടോ? പല ടെസ്റ്റുകള് ഇന്റർവ്യൂസ് ഒക്കെ പഠിപ്പിച്ചതാണല്ലേ, ഓർക്കുന്നുണ്ടാവും വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? സ്ക്രൂട്ടനൈസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പ്രൊഫൈൽ. എന്ത് ചെയ്യണം? നമ്മളുടെ കമ്പനിക്ക് ഏതൊക്കെയാണ് വേക്കൻസികൾ ഉള്ളത്, അതിനകത്തേക്ക് സെലക്ട് ചെയ്യാനായിട്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കില്ലുകള്, നോളജ്, ക്വാളിഫിക്കേഷൻ ഉള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ പ്രൊഫൈൽ നോക്കി സെലക്ട് ചെയ്യണം.
ഓക്കെ, അതാണ് സെലക്ടിങ്ങിൽ വരുന്നത് കേട്ടോ. 2 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡെവലപ്പിംഗ്. നമ്മൾ സെലക്ട് ചെയ്തെടുത്തു അല്ലെ. ഇനി അവർക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവരിൽ എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? പറഞ്ഞു നോക്കോ എന്താണെന്നുള്ളത്. എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയായിരിക്കാം ഡെവലപ്പ് ചെയ്യേണ്ടത്? സ്കിൽസ്. ഓക്കെ, വെരി ഗുഡ് വിഷ്ണു. ഓക്കെ, സ്കില്ല്, നോളജ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങള് ട്രെയിനിങ്ങിൽ കൊടുത്ത്, ട്രെയിനിങ്ങുകൾ, പ്രാക്ടീസുകളൊക്കെ കൊടുത്തിട്ട് അവരിൽ അത് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് പറയുന്നത്. This is stage the employee is trained according to and for the organization and the profit. Following are the steps involved in the process. ഇവിടെ പറയുന്നത് കാൻഡിഡേറ്റിന് എന്താണ് പല രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു അല്ലെ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത്? കാൻഡിഡേറ്റിന് സ്ഥാപനത്തിലും പ്രൊഫൈലിലും അനുസൃതമായിട്ട് പരിശീലനം നൽകുന്നുണ്ട്. എങ്ങനെയെല്ലാം പരിശീലനങ്ങൾ നൽകുന്നുണ്ട്? Carry out the non-boarding program or an orientation program. അല്ലെ, ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കാറുണ്ട് അല്ലെ. പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അതിലൂടെ എന്താണ്? എൻഹാൻസിങ് ദ സ്കിൽ, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് ദ പേഴ്സൺ ടു മാച്ച് ദ പ്രൊഫൈൽ. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഈ പ്രൊഫൈലുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് കാൻഡിഡേറ്റിന്റെ സ്കില്ലുകള്, ആറ്റിറ്റ്യൂഡുകള്, അതുപോലെ എന്താണ് പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നൈപുണ്യം. പ്രൊഫിഷ്യൻസി മീൻസ് നൈപുണ്യം. അപ്പോ ഈ എന്താണ് കാൻഡിഡേറ്റിന് ആ പ്രൊഫൈലുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് സ്കില്ലുകൾ ഉണ്ടാവും. അതുപോലെ ആറ്റിറ്റ്യൂഡ്, നൈപുണ്യം, പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നൈപുണ്യമൊക്കെ വർദ്ധിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കൗൺസിലിംഗ്, ഗൈഡിങ്. ഓക്കെ, ആ കൗൺസിലിംഗ് ഗൈഡിങ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ? PDF ഉണ്ടോ? ലാസ്റ്റ് ആ 3rd പോയിന്റ് ഇല്ലല്ലേ? ഓക്കെ, മിസ്സിന്റെ PDF ഇല്ല, അതാണ് മിസ്സിന്റെ ഡൗട്ട് വന്നത്. ഓക്കെ കേട്ടോ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ, അതൊന്നും കൂടി ഒന്ന് ഉൾപ്പെടുത്തിക്കോളൂ. കൗൺസിലിംഗ് ഇല്ലാന്നല്ലേ? PDF ഇല്ലല്ലോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ പോയിന്റ് ഉണ്ടോ? ഓക്കെ ഓക്കെ, ഉണ്ടല്ലേ? ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. കൗൺസിലിംഗ്, ഗൈഡിങ്, കോച്ചിങ്, എഡ്യൂക്കേറ്റിംഗ്, മെന്ററിംഗ് എംപ്ലോയീസ് ആൻഡ് ജോബ് റൊട്ടേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ് അവരുടെ സ്കില്ലുകള്, ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫിഷ്യൻസി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കൗൺസിലുകള്, ഗൈഡൻസുകൾ അല്ലെ, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ അല്ലെ, ഓരോ കാര്യങ്ങളും ഇന്നത് ചെയ്യണം, എങ്ങനെയാണ് സൂപ്പർവൈസ് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മെന്ററിങ് അല്ലെ, ഇതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഗൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ, ജോബ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഈ കൗൺസിലുകള്, ഗൈഡിങ്, കോച്ചിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് അവരുടെ സ്കില്ലുകളായാലും അവരുടെ നോളജ് ആയാലും അവർക്ക് കൂടുതൽ പ്രാക്ടീസിലൂടെയൊക്കെ നല്ല രീതിയിൽ ആ ജോബ് ചെയ്യാനായിട്ടും അതുവഴി ഓർഗനൈസേഷൻ സക്സസ് ആവാനായിട്ടും സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ആ പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. 4ാമത്തെ പോയിന്റും അതുപോലെ തന്നെ 3ാമത്തെ പോയിന്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇത്ര വരെ ക്ലിയർ ആണോ? ജോബ് റൊട്ടേഷൻ മിസ് നോക്കിയിട്ട് പറയാം.
ഡ്യൂട്ടീസ് ആണ് തോന്നുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം. നോക്കിയിട്ട് ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, മിസ്സിന്റെ PDF ആ പോയിന്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇത്ര വരെയും ക്ലിയർ ആണോ? 4 കാര്യങ്ങൾ ഡെവലപ്പിംഗ് വരെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.